നമ്മള് ചായ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പം എന്നാൽ ഒരു സ്പെഷ്യൽ വ്ളോഗ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഡേറ്റ് ഞാൻ പോലും ഓർത്ത് വെച്ചിരുന്നില്ല. പക്ഷേ നമ്മളെ ഫാമിലി മറക്കില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഒരു ഷർത്തേൻ്റെ അടുത്തുനിന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കിട്ടി. ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ വിചാരിക്കാതെ പെട്ടെന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഷോക്കാവും. അങ്ങനെ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും സൈഡിൽ പറ്റണ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ വേഗം പോയിട്ട് അമ്പലത്തിലൊന്ന് പോയി തൊഴണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ ശരത്തായിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റ്. എന്താണിത് അറിയോ? ഇതെന്താണ്? ഇത് എവിടുന്നാണ് ഒപ്പിച്ചത്, എങ്ങനെ ഒപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല. മൈജിന്നോ? ഇത് എവിടുന്നാണ്? ഒറ്റപ്പാലത്തുനിന്ന്. അപ്പം എന്തായാലും ഈ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശരത്തേട്ടന് എപ്പോഴും എനിക്ക് യൂസ്ഫുള്ളായ ഗിഫ്റ്റേ തരാറുള്ളൂ. അതിന് ഒരുപാട് താങ്ക്സ്. ഇനി അമ്പലത്തിൽ പോകാൻ വരിക. അപ്പം നമുക്ക് വേഗം ഇറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അതെ പാൽപ്പായസമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഫൈനലി അമ്പലത്തിലെത്തി. അപ്പം നമ്മൾ വെണ്ണ കഴിച്ചിട്ടുണ്ട്. അടിപൊളി അമ്പലമാണ്. പാൽപ്പായസത്തിന് വേണ്ടിയിട്ടുള്ളൊരു അവതരം. ഞാൻ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഒരാൾ ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ ഇതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഇത് ഇന്നലെ ശരത്തേട്ടൻ സർപ്രൈസ് തന്ന കേക്കാണ്. നമുക്കിത് വൈഷുവിനാണ് ടേസ്റ്റ്. ഇന്നലെ രാത്രിയാണ് ശരത്തേട്ടൻ ഇത് സർപ്രൈസ് ആയിട്ട് തന്നത്. വൈഷു പ്ലീസ് ഓപ്പൺ. ശരത്തേട്ടൻ സ്പൂൺ എടുക്കും. എന്തൊരു ടേസ്റ്റ്. ഡ്രീം കേക്ക് മോഡല് കഴിച്ചു നോക്കൂ. മുകളിൽ വെച്ച് കാണുന്നുണ്ട്. എന്തായാലും കേക്കിനെയായിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ കേക്കിന്റെ റേറ്റ് ഉണ്ട് ഇതിന്. അല്ല, ഇതല്ലേ ടേസ്റ്റ്. ഇത് മൊത്തം ഒന്നല്ല, ഞാൻ പകുതി മൊത്തിരുന്ന് കഴിച്ചു. ആലോചിച്ച് നോക്കൂ. ഇതിന്റെ പേരെന്താണ്? എങ്ങനെയുണ്ട്? പക്ഷെ എനിക്ക് ഇതാട്ടോ ഏറ്റവും ഇഷ്ടമായത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയില്ലേ? പുറത്ത് പോയി. അമ്മ രാവിലെ എണീറ്റ് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് ഉണ്ടാക്കിയത്? അവിയല്, സാമ്പാർ, ഒക്കെ കുറെ സ്പെഷ്യലുകൾ. എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു പിറന്നാൾ. അതെ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ചെറിയൊരു സദ്യ വേണ്ടാന്ന് പറഞ്ഞാണ്, പക്ഷെ എന്നാലും അമ്മയ്ക്ക് മനസ്സ് വരില്ല. അപ്പൊ അമ്മ ചെറുതായി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ ഒരു ഔട്ടിങ് ഉണ്ട്. തൃശ്ശൂർ വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ? ഓക്കേ. അപ്പൊ ഇതാ അമ്മ രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അത് കഴിക്കാം. നമുക്ക് കുറച്ച് പഠിക്കാണ്ട്. അപ്പം ഇനി പഠിത്തം കഴിഞ്ഞിട്ട് കാണാം. പഠിക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഉറക്കം വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ കുറച്ച് നേരം നമുക്ക് പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ സോഫയിൽ കിടന്ന് ഒന്ന് മയങ്ങും. ഇത്
സ്വാഭാവികം പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം പഠിച്ചിട്ട് വരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? തൃശ്ശൂർ ബത്തേരോ പൂരം കാണാൻ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം പോയിട്ട് തൊഴുതോളൂട്ടോ. മൈക്ക് നമ്മള് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യുന്നതായിരിക്കും. കണിക്കുന്നവരെ നോക്കിയേക്കുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു മഴ പോരും. അപ്പൊ നമുക്ക് അവിടെ പോയാൽ മതി. നിന്റെ മെയ്യിൽ ചന്തം ഷർത്തേട്ടാ, ഷർത്തേന് എന്തൊരു വിഷമം. റൊമാൻസ് വീട്ടിൽ പോയിട്ട് റൊമാൻസ് വരതാ. ആര് ഗുരുവായൂരപ്പന് കണ്ണടച്ചൊത്ത് മാറിയുന്ന ഷർത്തിന് റൊമാൻറ്റിക് വരുന്നുണ്ട്. ഞാൻ ഇരിക്കട്ടെ അവിടെ. അമ്മല്ല പോയി തരും. നമുക്ക് നല്ലൊരു ചായ കുടിക്കാം. എന്താണ് അഭിപ്രായം ഈ മഴയത്ത്? ഇവിടെ ചായ കിട്ടില്ല. നല്ല മണല്ലേ ഇന്നെ കാണില്ല, എന്നെ മാത്രം എടുത്തിട്ട്. നമ്മള് ചായ കുടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വാങ്ങി തരുമോന്നൊന്നും നമുക്കറിയില്ല. ശരത്തേട്ടൻ കാറിന് ഫോട്ടോ എടുക്കണു. മറ്റേ ജയറാം കിട്ടുന്നുണ്ട്. വൈശു കൊടയും കൊണ്ടുവന്ന് എന്താ പറയാ, പിറന്നാളായിട്ട് മഴയാണ്. ചേട്ടാ ഒന്ന് മധുരം കമ്മിയാക്കിട്ടോ. ചെറുതായിട്ട് തുടയ്ക്കണ വടി വേണം. ചെറുതായിട്ട് ഈസി മോപ്പ് വേണം. ഒരു ഈസി മോപ്പ് വാങ്ങിക്കാം കേട്ടോ. ഒരു ഈസി മോപ്പ് വേണം തുടയ്ക്കാൻ ഒരു ഈസി മോപ്പ് വാങ്ങിട്ടോ. നമുക്ക് ഷോപ്പിങ്ങിന് ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് കാണാം. എന്താണ് ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്. അപ്പം നമ്മള് ജസ്റ്റ് കല്യാണില് വന്നിരിക്കുകയാണ്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. നമുക്ക് ശോഭ സിറ്റിയിൽ പോകണമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ബട്ട് അവിടേക്ക് പോകാൻ പറ്റിയില്ല. അവിടെ എന്തൊക്കെയോ തിരക്കാണ്, റോഡ് ഭയങ്കര ബ്ലോക്ക്. അപ്പം നമ്മൾ പ്ലാൻ ബിക്ക് മാറ്റി കല്യാൺ സൂപ്പർ മാർക്കറ്റിലാവട്ടെ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ്. അതേ വൈശ്വത് വാങ്ങിക്കോ. സൈഡിൽ തൂക്കാനും എനിക്കൊന്നും വേണ്ട ശരത്തേട്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ അത് കാണാമെന്നാണ്. ബാഗ് വേണ്ട, ഒന്നും വേണ്ട. ബാഗ് ലവറല്ല.
അച്ഛനൊരു ബാഗ് വാങ്ങിച്ചു നോക്കട്ടെ. നൈസ്, അടിപൊളിയുണ്ട്. ഒരു കുട്ടി ബാഗ് അല്ലേ? ഒരു ബാഗ് വാങ്ങി. വലിയ ബാഗ് ഉണ്ട്. അപ്പൊ ചെറുതൊന്ന് അമ്മയ്ക്കറിയ നിർബന്ധം എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നത്. ആർക്ക്? അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. ഒരു അമ്മയ്ക്ക് എന്താ വാങ്ങി? അമ്മയ്ക്ക് കൊറേ താഴ്ത്തുന്നു കുറച്ച്. കുറെ സാധനങ്ങൾ, പാത്രങ്ങൾ, സ്പൂണുകൾ, എന്തെങ്കിലുള്ളതൊക്കെ ഇല്ല, കുഴപ്പമില്ല, പോവാ. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു. എന്നോട് കുറെ ചോദിച്ചു എന്താ വേണ്ടത്. ബട്ട് എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എനിക്കിപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ ഞാനൊരു ബാഗ് ലവറൊന്നും അല്ല. സോ ചെറുപ്പത്തിൽ ഈസ് വെരി ലെക്കി മാൻ. അതെ. അപ്പം നമ്മൾ വീട്ടിൽ പോവാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പാരാമൗണ്ട് ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ. നമ്മളിവിടെ ഒരു തവണ വന്നിട്ടുണ്ടല്ലേ, ചെറുക്കട്ട പട്ടാമ്പി കോളേജ്. യെസ്, അന്നാണ് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യണല്ലേ. ഇത് ഇതിനുള്ളിൽ ഫ്രീ ആണ്. ഇതിനുള്ളിലൊക്കെ പക്ഷെ ആൾക്കാരുണ്ട്, അതിൻ്റെതായ തിരക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. മുന്നിമ വെള്ളം കിട്ടാത്ത കുട്ടികളെ പോലെ വെള്ളം കുടിച്ച് പോകുന്നുണ്ട്. ഇതിൻ്റെ കുട്ടിയാണ് ഞാൻ എപ്പോഴും അമ്മയച്ഛനക്കാട് വെയിറ്റ്. നമ്മൾ ഫൈനലി ഹോട്ടലിൽ ഇറങ്ങാണ്. അടിപൊളി ഫുഡായിരുന്നു, സൂപ്പർ ഡേ ആയി. ആ വൈലറ്റ് ഡ്രസ് ഇട്ട കുട്ടീനെ മാത്രമല്ല നമ്മൾ ഇറങ്ങാണ് കേട്ടോ. യെസ്, ഇനി നേരെ വീട്ടിലേക്കാണ്. കേട്ടോ. നമ്മളിപ്പോ എങ്ങനെയുണ്ടായിരുന്നു പാരാമൗണ്ട് ഫുഡ്? സൂപ്പർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം പോട്ടെ. ലക്ഷ്മിക്കുട്ടി, അപ്പോൾ ലക്ഷ്മിക്കുട്ടി വന്ന എന്തിനാണ് പറയൂ? കേക്ക് മുറിക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ രണ്ടാളുടെയും പിറന്നാളാണ്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി നമുക്കൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ലേറ്റ് ആയതാണ്. അപ്പോൾ വേഗം മുറിച്ചിട്ട് വരാം. അപ്പോൾ ലക്ഷ്മീശ്വരി ഇവിടെ തൊട്ടപ്പുറത്താട്ടോ. കാണാനില്ല. രണ്ട് പിറന്നാൾ കുട്ടികൾ. മറ്റേതില്ലേ, ഏത് ചോട്ടാമ്പയില് ചോട്ടാമ്പയിലില്ലേ ഉണ്ണിമേ? അമ്മുലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ ശില്പലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫുൾ ആർസിയ. അമ്മയ്ക്ക് കൊടുക്ക. എവിടെ ചോട്ടാമ്പയുടെ? നീ പാഴ്സൽ തന്നോളൂ കേട്ടോ.